സൂര്യയിൽ മഹാസമ്മാനമാസം സെപ്റ്റംബർ 6 തിങ്കൾ മുതൽ ശനി വരെ രാത്രി 7 തൊട്ട് 8:30 വരെയുള്ള സൂര്യ പരമ്പരകൾ കാണൂ. ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകൂ. കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ. പുത്തൻ പ്രസരിപ്പോടെ സൂര്യ TV. എന്താ കൊച്ചമ്പ്രാനെ? അന്നെന്തോ അമ്പിളിയമ്മാവനെ കാണിച്ച് ചോറ് കൊടുക്കുന്നോ പോലീസിനെ കാണിച്ച് പേടിപ്പിക്കുന്നൊക്കെ വലിയ വീരവാദം മുഴക്കിയല്ലോ. എന്നിട്ടിപ്പോ മോൾ എഴുതി വെച്ച ലെറ്റർ കണ്ടിട്ട് നീ എന്താ കാണാത്ത പോലെ പോകുന്നേ? നീയായിട്ട് തുടങ്ങി വെച്ച ഈ കാര്യം നീ തന്നെ ഇങ്ങനെ നിർത്തിയിട്ട് പോയാ കുഞ്ഞിനെ പറ്റിക്കുന്നത് പോലെയല്ലേ അത്? കുഞ്ഞിനെ ഇനിയും പറ്റിക്കാൻ മനസ്സ് വന്നില്ല. അതാ ലെറ്റർ വായിക്കാതെ പോന്നത്. അത് അന്നേ അങ്ങ് ചെയ്താ പോരായിരുന്നോ? അന്ന് ഞാൻ അവളുടെ അമ്മയാകുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അമ്മയുടെ സ്ഥാനത്ത് നിന്ന് എന്ത് ചെയ്യണമായിരുന്നോ അത് മാത്രം അന്ന് ചെയ്തേ. എന്നാ ഇപ്പോ ഞാൻ ആ സ്ഥാനത്തല്ല. വെറും ഒരു വേലക്കാരിയായ എനിക്ക് കുഞ്ഞവളുടെ അമ്മയ്ക്ക് എഴുതി വെച്ച ലെറ്റർ വായിക്കാൻ എന്ത് അധികാരമുള്ളത്? അവകാശമില്ലാത്തൊരു കാര്യം ചെയ്യാൻ എന്റെ മനസ്സ് അനുവദിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇനി എപ്പോഴത്തെയും പോലെ ഞാൻ ഇവിടുത്തെ വേലക്കാരിയായിരിക്കും. ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് കുഞ്ഞിനെ എങ്ങനെയൊക്കെ നോക്കാൻ പറ്റുമോ അതിലൊരു കുറവും വരാതെ ഞാൻ നോക്കിക്കോളാം. ദയവ് ചെയ്ത് എന്നോട് ഒന്നും തോന്നരുത്. നമസ്കാരം. വരണം സ്വാമി. ഇരിക്കാം. എന്താ ഇവിടുത്തെ പ്രശ്നം? സ്വാമി, നിങ്ങൾ പറഞ്ഞതുപോലെ പുറ്റിന് പൂജ ചെയ്യാൻ പാടില്ലെന്ന് ഞാൻ ഗംഗയോട് പറഞ്ഞു. പക്ഷേ അവൾ അതിന് സമ്മതിക്കുന്നില്ല സ്വാമി. പൂജ നിർത്തിയാലേ ഈ കല്യാണം നടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കല്യാണം അവൾക്ക് വേണ്ടെന്നാ പറയുന്നത്. അവളുടെ അച്ഛനും അവളോട് ഒരുപാട് പറഞ്ഞു നോക്കിയതാ. പക്ഷെ അവൾ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. ഗംഗയുടെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ അവളെ പൂജ ചെയ്യാൻ അനുവദിച്ചിട്ട് മറ്റെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തിക്കൂടെ? അതല്ലേ നല്ലത് സ്വാമി? ഉപ്പില് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് അലയാതിരിക്കാൻ എന്തെങ്കിലും പരിഹാരം ചെയ്യാൻ പറ്റുമോ? പഞ്ഞിയുടെ അടുത്ത് തീ കൊണ്ടുവച്ചിട്ട് പഞ്ഞി കത്തിപ്പോവല്ലോ എന്നോർത്ത് വിഷമിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ചേരാൻ പാടില്ലാത്തത് തമ്മില് ചേർക്കാതിരിക്കുന്നതാണ് ഉചിതം. ഗംഗ പുറ്റിനടുത്തേക്ക് പോകുന്നതും പൂജ ചെയ്യുന്നതും നിങ്ങൾ നിർത്തിയേ മതിയാകൂ. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് സ്വാമി. അമ്മയില്ലാതെ വളർന്ന കുട്ടിയായതുകൊണ്ട് പാവം അവൾക്ക് നാഗമ്മയാണ് സർവ്വതും. അവളുടെ പ്രായത്തിലുള്ള കുട്ടികൾക്കുള്ള ആഗ്രഹങ്ങളൊന്നും അവൾക്കില്ല. അവൾക്ക് ആകെയുള്ള ഒരു ആഗ്രഹം ഈ പൂജ ചെയ്യണമെന്നുള്ളതാ. അതുപോലും ചെയ്യരുതെന്ന് പറഞ്ഞപ്പോ മനസ്സ് വല്ലാതെ വിഷമിച്ചു പോയി. ആ പാമ്പിനെ ഭക്തിയോടെ പൂജിക്കുന്ന കന്യകയുടെ രക്തം അതിന്റെ മേലെ വീണാൽ എന്ത് സംഭവിക്കുന്നു നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? അറിയാം. എന്നാലും ഗംഗ ഒരു പാവം കുട്ടിയാ. അവള് പോലും അറിയാതെ നാഗമ്മേൽ അവൾ അലിഞ്ഞു ചേർന്നു പോയി സ്വാമി. ആരുടെ വിശ്വാസവും തകർക്കാൻ പാടില്ലെന്ന് നമ്മുടെ ധർമ്മം പറയുമ്പോ നിങ്ങൾ വിശ്വസിക്കുന്ന ശാസ്ത്രം അതിന് വിരുദ്ധമാണോ? ഇതെല്ലാം ഒന്ന് മനസ്സിൽ വെച്ച് സ്വാമി വേണം ഉചിതമായ ഒരു പരിഹാരം കാണാൻ. ഒരു കാര്യം ചെയ്യാം. എന്താ സ്വാമി പറയണം? പുറ്റിനെ കന്യക പൂജിക്കരുതെന്നേ ഉള്ളൂ. സുവാസിനി പൂജിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അങ്ങനെയാണോ സ്വാമി? കല്യാണം കഴിയുന്നതുവരെ ഗംഗ പൂജ ചെയ്യാതിരിക്കാൻ നോക്കണം. അതിനുശേഷം
അവളുടെ ആഗ്രഹം പോലെ അവൾക്ക് തന്നെ പൂജ ചെയ്യാവുന്നതാണ്. അല്ല, കല്യാണത്തിന് ഇനി എത്ര ദിവസമുണ്ട്? ഇനി ഒരാഴ്ച കൂടിയേ ഉള്ളൂ സ്വാമി. അപ്പോ കല്യാണം കഴിയുന്നത് വരെ അവള് പൂജ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിച്ചോളൂ. ശ്രദ്ധിക്കാം സ്വാമി. നിങ്ങളുടെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തീരാനും ഗംഗയ്ക്ക് ഇനി പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാനും ഈ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. ഇതിന് ഗംഗയ്ക്ക് പൂർണ്ണ സമ്മതമാണെങ്കിൽ നിശ്ചയിച്ച പോലെ കല്യാണം നടത്താം. ഇനി സമ്മതമല്ലെങ്കിൽ അവൾ ഇവിടുന്ന് പറഞ്ഞു വിടുന്നതായിരിക്കും നല്ലത്. സ്വാമി, അനുകമ്പയുടെ പുറത്ത് ഇനിയും വിട്ടുവീഴ്ചയ്ക്ക് ശ്രമിച്ചാൽ മുൻപ് ചെയ്ത പാപത്തിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും. അത് താൻ മറക്കരുത്. സ്വാമി, ഗംഗ ഇതിന് സമ്മതിക്കുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. ഞാൻ എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം സ്വാമി. ഗംഗേ, നിന്റെ മനസ്സ് വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാ ഇപ്പൊ ഇങ്ങനെ ഒരു പരിഹാരം കണ്ടെത്തിയത്. അപ്പോ നീ ഇങ്ങനെ പിടിവാശി കാണിച്ചാൽ എങ്ങനെയാ മോളെ? സമ്മതമാണെന്ന് പറ. ഒരുപാട് നാളൊന്നും വേണ്ടല്ലോ, ഒരാഴ്ചത്തെ കാര്യമല്ലേ. അത് കഴിയുമ്പോഴേക്കും കല്യാണം നടക്കും. പിന്നെ നിനക്ക് എപ്പോഴത്തെയും പോലെ പൂജ ചെയ്യാലോ. നീ സംശയിക്കണ്ട. പിന്നെ നിന്നെ ആരും തടയാൻ പോകുന്നില്ല. എന്താ മോളെ ഇത്? തമ്പുരാൻ നിനക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുമ്പോ ഇനിയെങ്കിലും നിനക്കൊന്ന് സമ്മതിച്ചുകൂടെ? അതല്ല അച്ഛാ, ഒരാഴ്ചയോളം നാഗമ്മയ്ക്ക് പൂജ ചെയ്യാതിരിക്കണ്ടേ ഞാൻ? അത് ആലോചിക്കുമ്പോഴാ എനിക്ക് അതാ എന്തു പറയണോന്നറിയാതെ ഒന്നും മിണ്ടാതെ നിന്നത്. ഇതിന് ഇത്രയധികം ആലോചിക്കാനുണ്ടോ? പാമ്പിന് എല്ലാ ദിവസവും മുട്ടയും പാലും വെക്കണമെന്നല്ലേ ഉള്ളൂ. അത് ഞാനങ്ങ് ചെയ്താ പോരെ? നാഗമ്മയ്ക്ക് അച്ഛൻ ഇതിൽ ഇത്ര അതിശയിക്കാൻ എന്തിരിക്കുന്നു മോളെ? ദിവസവും നീ ചെയ്യുന്ന പൂജ നിനക്ക് വേണ്ടി ഞാനങ്ങ് ചെയ്യുന്നു, അത്ര തന്നെ. നിന്റെ അത്രയും ഭയഭക്തിയോടെ ചെയ്യാൻ അറിയില്ലെങ്കിലും എനിക്കറിയാവുന്നതുപോലെയൊക്കെ ഞാനങ്ങ് ചെയ്യും. എന്താ? എന്റെ വീട്ടിലേക്ക് മരുമകളായിട്ട് വരാൻ നിന്നേക്കാൾ യോഗ്യതയുള്ള ആരുമില്ല. നിശ്ചയിച്ചുറപ്പിച്ച തീയതി തന്നെ നിന്റെ അരുണിന്റെയും കല്യാണം നടക്കാൻ ഈ അച്ഛൻ എന്ത് ചെയ്യാനും തയ്യാറാ. ഇനിയെങ്കിലും മോള് സമ്മതിക്കേ. എന്തായാലും പൂജ മുടങ്ങില്ലല്ലോ. ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് എനിക്ക് സമ്മതമാണ് അച്ഛാ. ഗംഗേ, എന്താ മോളെ? എന്ത് മോളെ, തമ്പുരാനെ. എന്റെ മരുമോൾക്ക് നഷ്ടപ്പെട്ട ഉത്സാഹമൊക്കെ ഇപ്പൊ തിരിച്ചു അതെ വന്നിരിക്കുന്നു. തമ്പുരാനെ. ഇപ്പോഴാ മണി എനിക്ക് സന്തോഷമായത്. മണികണ്ട, ഇവളെന്തിനാ ഇപ്പൊ ഇങ്ങനെ ഓടിപ്പോയത്? എന്നെ അച്ഛൻ്റെ ഇവിടെ തനിച്ചാക്കിയിട്ട് അമ്മ എങ്ങോട്ടാ പോയേ? ഇനി എനിക്ക് കാത്തിരിക്കാൻ പറ്റില്ല അമ്മ. അമ്മ വേഗം വരണം. എനിക്ക് അമ്മ കാണണം. അമ്മയുടെ ചക്കര വാവ ദേവസേന. അമ്മ. എന്തിനാച്ചാ അവള്
കല്യാണത്തിന് സമ്മതമല്ലെന്ന് നമ്മളോട് പറഞ്ഞല്ലേ. പിന്നെ അവളെ നിർബന്ധിച്ച് എന്തിനാ വെറുതെ ഈ കല്യാണത്തിന് സമ്മതിപ്പിച്ച്? അതങ്ങ് വേണ്ടെന്ന് വെച്ചാ പോരെ? ഇല്ല മോനെ, അവളെ പോലെ ഒരു നല്ല കുട്ടിയെ നിനക്ക് വേറെ കിട്ടില്ല. അതുകൊണ്ടാ എനിക്ക് അവളെ പറഞ്ഞ് സമ്മതിപ്പിക്കേണ്ടി വന്നത്. അച്ഛൻ അവളെ ഒരുപാട് നിർബന്ധിച്ച് കാണും. അതുകൊണ്ട് അവൾ ഈ കല്യാണത്തിന് സമ്മതിച്ചത് തന്നെ. പാവമല്ലേ ചവള്? ഗംഗ ചേച്ചി, ഞാൻ പാവല്ലേ? അമ്മ പോലെ ലെറ്റർ എഴുതി എന്നെ പറ്റിച്ചതാലേ. എന്തിനാ ഗംഗ ചേച്ചി എന്നെ പറ്റിച്ച? അയ്യോ, ഞാൻ മോളെ പറ്റിച്ചതല്ല. മോൾ അമ്മയ്ക്ക് എഴുതിയ ലെറ്ററിന് ഞാൻ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് മറുപടി അയച്ചോന്നേ ഉള്ളൂ. മോൾ എന്റെ സ്വന്തമാണെന്ന് കരുതിയ ഞാൻ അങ്ങനെ ചെയ്തത്. നീ എന്റെ മോളല്ലേ? അവളച്ഛന്റെ മോളെ പോലെ തന്നെ അല്ലേ? അവൾക്കും അവളുടേതായ പ്രതീക്ഷകൾ ഉണ്ടാവില്ലേ? അവൾ ആഗ്രഹിച്ച പൂജ പോലും ചെയ്യാൻ അനുവാദം കൊടുക്കാൻ പറ്റാത്തപ്പോ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് ശരിയാണോ അച്ഛാ? ഒരുമിച്ചുള്ള നിങ്ങളുടെ ജീവിതം നന്നായിരിക്കുമെന്ന് കരുതിയിട്ടാ ഇത് നടത്താൻ ഞാൻ തീരുമാനിച്ചത്. ഇപ്പൊ നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നിയാൽ പോലും ഗംഗയുടെ കഴുത്തിൽ താലി കെട്ടുന്ന ആ നിമിഷം മുതൽ ഇതൊക്കെ മാറിക്കോളും. അച്ഛൻ ഈ പറയുന്ന തെറ്റാണ്. ഞാൻ ചെയ്തത് തെറ്റായി പോയെങ്കിൽ എന്നെ നിനക്ക് ശിക്ഷിക്കാം. അതല്ല ശരിയാണെങ്കിൽ കെട്ടിപ്പിടിച്ചൊരുമ്മതാ. നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ സമ്മതിക്കാൻ പോകുന്നില്ല. അച്ഛാ, അനാവശ്യമായിട്ട് ഗംഗയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കണോ? എടാ, ഗംഗ ബുദ്ധിയുള്ളവളാ. അവളുടെ കാര്യം നോക്കാൻ അവൾക്കറിയാം. എന്താ സംശയമുണ്ടോ? ഒരു പുരുഷന്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് കടന്നു വരുന്നത് വരെ മാത്രമേ അവന്റെ തന്നിഷ്ടത്തിന് ജീവിക്കാൻ പറ്റൂ. ഒരു പെണ്ണ് വന്നു കഴിഞ്ഞാൽ അവൻ എത്ര പ്രഗത്ഭനായാൽ പോലും അവന്റെ ജീവിതം പിന്നെ അവളുടെ കയ്യിലാ. നിങ്ങൾ ഒരുമിച്ചൊരു ജീവിതം തുടങ്ങിക്കഴിയുമ്പോ ഇപ്പൊ നിന്റെ മനസ്സിലുള്ള ഈ വാശിയും ദുശാഠ്യവും എല്ലാം താനെ അങ്ങ് ഇല്ലാതായിക്കോളും മോനെ. കുറച്ചു നാള് കഴിയുമ്പോ അവൾക്ക് ചേർന്നൊരു ഭർത്താവായി നീ മാറും. ഞാനീ പറഞ്ഞത് സത്യമാകും മോനെ. ഗംഗ അവൾക്ക് കല്യാണം വേണ്ടെന്ന് പറഞ്ഞെന്ന് കരുതി ഇനി അത് നടക്കാനേ പോകുന്നില്ലെന്ന് ആരും വിചാരിക്കണ്ട. നിശ്ചയിച്ച നേരത്ത് ഈ കല്യാണം നടക്കും. ഏട്ടൻ എന്തൊക്കെയാ പറയുന്നേ? അവളല്ലേ നാഗപ്പുറ്റിനെ പൂജിക്കുന്നത് നിർത്താൻ പറ്റില്ലെന്ന് പറഞ്ഞത്? അങ്ങനെയാകുമ്പോ പിന്നെ എങ്ങനെ കല്യാണം നടക്കുന്ന? കല്യാണം കഴിഞ്ഞ് പൂജ ചെയ്യുന്നതിന് യാതൊരു തടസ്സവും ഇല്ലെന്ന് സ്വാമി പറഞ്ഞതുകൊണ്ട് ഗംഗയ്ക്ക് ഈ കല്യാണത്തിന് സമ്മതമാ. അപ്പൊ അളിയൻ എന്ത് വിലയുള്ളത്? സ്വാമി പറഞ്ഞപ്പോ അവള് സമ്മതിച്ചു അല്ലേ? അളിയൻ പറഞ്ഞപ്പോ അവക്ക് പുല്ലുവില. ഇതൊന്നും എനിക്ക് അത്ര ശരിയായിട്ട് തോന്നുന്നില്ല അളിയാ. തീരുമാനിച്ച സമയത്ത് തന്നെ കല്യാണം നടക്കും. ഇനിയിപ്പോ നമുക്ക് അധിക ദിവസം ബാക്കിയില്ലാത്തതുകൊണ്ട് ഓരോരുത്തരും ഏറ്റെടുത്ത ജോലി അവരവർ തന്നെ ചെയ്തു തീർക്കണം. ഇത് പറയാനാണ് ഞാൻ എല്ലാരെയും വിളിപ്പിച്ചത്. തമ്പുരാനെ സ്വാമി ഇവിടെ എന്തായെന്ന് അറിയാനായിരിക്കും വിളിക്കുന്നത്. സ്വാമി, ഗംഗയ്ക്ക് കല്യാണത്തിന് സമ്മതമാ. എല്ലാം നിങ്ങൾ കാരണോ സ്വാമി?
എനിക്ക് സന്തോഷമായി സ്വാമി. സ്വാമി നേരത്തെ എത്തില്ലേ? ആ. ആ നശിച്ചവള് കല്യാണം വേണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ സന്തോഷിച്ചിരിക്കായിരുന്നു. ദാ ഇപ്പൊ വീണ്ടും കല്യാണത്തിന് സമ്മതം മൂളിയിരിക്കുന്നു. ചെയ്യട്ടെ, അവളെ വിട്ടേക്കമ്മേ. ദേ, അങ്ങനെ വിട്ടുകൊടുക്കില്ല ഞാൻ. ഈ വീട്ടിൽ നീ ഇരിക്കേണ്ട സ്ഥാനത്ത് മറ്റൊരുത്തി ഇരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ ദേവിയെ, നിന്റെ ചേട്ടന് നിന്നൊരു വിലയില്ല. അതിപ്പോഴും നിനക്ക് മനസ്സിലായിട്ടില്ലല്ലേ? നീ ആ കേസ് വിട്ടിട്ടൊന്ന് സമാധാനായിട്ടിരുന്നേ. പറ്റില്ല. എന്റെ മോളും അരുണായിട്ടുള്ള കല്യാണം നടന്നാൽ എനിക്ക് സമാധാനം കിട്ടും. അതുവരെ എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യും. ഗംഗ 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 അവൾ ഉള്ളത് കൊണ്ടല്ലേ അവളെ തലയെ കയറ്റി വെച്ച് നടക്കുന്നേ. അവൾ ഇല്ലാതായി പിന്നെ നമ്മളെ വേണ്ടി വരുമല്ലോ. അവൾക്കുള്ള പണി ഞാൻ കൊടുത്തോളാം. അമ്മ എന്താ ഇപ്പൊ ചെയ്യാൻ പോകുന്നേ? ഡേ, ആ നാശം പിടിച്ചവൾ ഇപ്പൊ എവിടെയാ ഉള്ളത്? അരുണേട്ടന്റെ റൂമിന്റെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നു. ഓ, അങ്ങോട്ടാണോ അവള് പോയത്? എന്നാ പിന്നെ എന്റെ പണി എളുപ്പമായി. ഞാൻ ആരാണെന്ന് അവളെ കാണിച്ചു കൊടുക്കാം. ഗംഗേ, ഔട്ട് ഹൗസിൽ നീ ഗ്യാസ് സിലിണ്ടർ ഓഫ് ചെയ്യാൻ മറന്നോ? ഇല്ലല്ലോ, ഓഫ് ചെയ്തിട്ടേ വന്നേ. സ്മെല്ല് വരുന്നു. നീ പോയി നോക്ക്. ആണോ? എന്താ ഇവിടെ പണി? ഞാനിവിടെ ഉണ്ടെന്ന് ആന്റിയുടെ മകനോട് പറയല്ലേ. എന്റെ മോന്റെ അടുത്തോ? അതെന്താ? ആന്റിയും ഗംഗ ചേച്ചിയും കണ്ണുകൊത്തി കളിക്കുകയല്ലേ, അതുപോലെ ഞാനും ആന്റിയുടെ മോനും കൂടി ഇവിടെ കണ്ണുകൊത്തി കളിച്ചോണ്ടിരിക്കുക. ആന്റി ഇവിടെ ഒളിച്ചിരിക്കുന്നത് ഞാൻ ഗംഗ ചേച്ചിയോട് പറയില്ല. അതുപോലെ ഞാൻ ഇവിടെ ഒളിച്ചിരിക്കുന്നത് ആന്റി ആന്റിയുടെ മോനോട് പറയരുതേ. ഈ പെണ്ണെ ഇവിടെ ഒന്നും ഒളിച്ചു കളിക്കാൻ പാടില്ല. നീ പോയേ. പോവാനല്ലേ പറഞ്ഞേ? എന്തിനാ എങ്ങനെ ഓടി വരുന്നേ? ദേവസ്വനെ ഇവിടെ വിളിക്കാൻ വേണ്ടി വന്നായിരുന്നല്ലോ. ചേച്ചി വിളക്കുണ്ടായിരുന്നോ? ഇല്ലല്ലോ. എന്താ ചേച്ചി
ഇവിടെ മൊത്തം ഗ്യാസിന്റെ മണമുള്ള. ആ അതെ മോനെ, എന്താ സംഭവിച്ചെന്നറിയില്ല. ഗ്യാസ് സിലിണ്ടർ ഓപ്പൺ ആയിരുന്നു. നിന്റെ അമ്മ പറഞ്ഞതുകൊണ്ട് ഞാൻ തന്നെ അറിഞ്ഞത്. ഇല്ലെങ്കിൽ എന്റെ കഥ കഴിഞ്ഞിട്ടുണ്ടാവും. ചേച്ചിന്റെ കൈ വേദന എടുക്കൂലേ? കുറച്ച് ഞാൻ ചെയ്യാം. ഇതാ നീ എന്താ മഞ്ജു നോക്കുന്നത്? എടി നിന്നോടാ. നീ എന്താ ഈ സമയത്ത് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നത്? ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നില്ല. പിന്നെ ആ ശംഖ് നോക്കി നിന്നതാ. അതെന്തിനാ നീ ഇപ്പൊ അതിലേക്ക് നോക്കി നിൽക്കുന്നത്? ഇതിനകത്തുള്ള ആത്മാവ് കാരണമല്ലേ നമ്മുടെ മോളെ കാണാതായത്. അതിനകത്ത് ആത്മാവില്ല, ഒരു കുന്തമില്ല. ആ സ്വാമി ശങ്കിന് 2 കയറ് കെട്ടിയേച്ച് ആത്മാവിനെ പിടിച്ചു കെട്ടിയെന്ന് പറഞ്ഞ് വെറുതെ ആൾക്കാരെ പറ്റിക്കല്ലേ. അപ്പൊ അതിൽ ആത്മാവില്ലെന്നാ? ഇടി, അത് ആത്മാവാണെങ്കിൽ അതിന് എന്തുമാത്രം വലിപ്പം ഉണ്ടാവും. ഇത്രയും വലിയ ആത്മാവിനെ ഇത്തിരി പോകുന്ന ചങ്കിൽ എങ്ങനെ അടച്ചു വെക്കാൻ പറ്റും? അതെന്താ വല്ല കുന്നിക്കുരുവാ? എല്ലാവരും അതിനകത്ത് ആത്മാവ് ഉണ്ടെന്നല്ലേ വിശ്വസിച്ചിരിക്കുന്നേ? ഓ, എനിക്ക് ഇതിലൊന്നും യാതൊരു വിശ്വാസവും ഇല്ല. എന്നിട്ടെന്ന് പപ്പേട്ടനും പേടിച്ചില്ലേ? അന്ന് കാര്യം എന്താണെന്നറിയാതെ വെറുതെ പേടിച്ചു പോയതല്ലേ. ഇപ്പൊ ഞാനാണ് വേറെയാ. ആ ആത്മാവങ്ങാനും എന്റെ മുന്നിൽ വന്ന് നിന്നോണ്ടല്ലോ, കുത്തിക്കീറി കുടലെടുത്ത് ഞാൻ വല്ല പട്ടിക്ക് ഇട്ട് കൊടുക്കും. ഈ വീരവാദം അല്ലാതെ. ഇപ്പോഴത്തെ എന്റെ ധൈര്യത്തിന്റെ റേഞ്ച് വെച്ച് ആത്മാവങ്ങനെ എന്റെ മുമ്പിൽ ഒന്ന് പെട്ടോണ്ടല്ലോ, പക്ഷെ എന്റെ അമ്മോ ഒന്ന് നിലവിളിച്ചോണ്ട് ഒരാറ്റ ഓട്ടമായിരിക്കും. നോക്കിയപ്പോ എന്താന്ന് പറ.